ചിത്ര എവിടെ നിൽക്കുന്നു? സംഗീതത്തിൽ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, സിനിമ, ആൽബം, അഭിനയം, നാടകം, സിനിമ, എവിടെ നിൽക്കണം? എല്ലാത്തിലും. ബിക്കോസ് എനിക്ക് എല്ലാം ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ അതിലെന്താ തെറ്റ്? പാട്ടിനിടയിൽ ചിലറില്ലാത്ത അഭിനയ മോഹവും മനസ്സിൽ അങ്കുരിച്ചു. അത് ശരിയാണ്, അത് ശരിയാണ്. ബിക്കോസ് ഞാൻ ആഗ്രഹിച്ച അത്രയും എനിക്ക് എക്സ്പോഷർ കിട്ടിയിട്ടില്ല ആസ് ആൻ ആക്ടർ. എനിക്ക് കുറേ നേരത്തെ ആക്ടിങ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയിരുന്നു കന്നഡത്തിൽ. പക്ഷേ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളെ കണ്ടിട്ട് ഞാൻ പേടിച്ച് ഓടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. കന്നഡ സിനിമ എന്ത് പറ്റി? എനിക്ക് പേടി അയാളെ കണ്ടിട്ട്. അയാളെ വല്ല ആക്രമിക്കും തിന്നുന്നു വിചാരിച്ചു. അയാളെ കണ്ടിട്ടൊരു ഭീകര ലക്ഷണം. ഞാൻ ഓടി അവിടുന്ന്. പിന്നെ ഞാനിങ്ങനെ തിരിച്ചു വന്നു. അപ്പം മമ്മി ഓഫീസിൽ നിന്ന് വന്നിട്ട് എന്തോ നീ പോയില്ലേ, എന്തോ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞിട്ട്. ഇല്ല മമ്മി, അതാ നല്ലത്. അത്രേ ഉള്ളൂ, തീർന്നോടത്തേക്ക്. എനിക്ക് കൂട്ടിന് വരുന്ന ആളില്ല. അമ്മ പറഞ്ഞു ഓ പോടി അവിടെ നിന്ന്, എനിക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ല എന്നാണ് മമ്മി. കോളേജ് പഠിക്കുമ്പോൾ അപ്പൊ നാടകമൊക്കെ അഭിനയിക്കുമായിരുന്നല്ലോ. അപ്പൊ നാടകം കണ്ടിട്ട് കന്നഡ നാടകമാണ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ കന്നഡ തിയേറ്റർ ചെയ്യുമായിരുന്നു കോളേജ് കഴിഞ്ഞിട്ട്. അപ്പം ഒരുപാട് പേരെ ശരിപ്പെടുത്തിയിട്ടുണ്ട് അഭിനയിച്ച്. ഇല്ല, ഐ വാസ് പ്രിറ്റി ഗുഡ്. എനിവേസ് യാ. അപ്പം അത് അന്നേരമാണ് ഇവര് കന്നഡ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഇത് എന്താ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു. പുനീത് രാജ്കുമാറിന്റെ നായികയായിട്ട് ഇങ്ങ് മാറിയിരുന്നെങ്കിൽ എന്തായിരുന്നു സിറ്റുവേഷൻ? ഈശ്വര, പുനീത് രാജ്കുമാറൊക്കെ ഇപ്പൊ വന്ന പിള്ളേരല്ലേ. ഓ അങ്ങനെ. ചിത്രയ്ക്ക് അങ്ങനെ വലിയ വയസ്സൊന്നായിട്ടില്ലല്ലോ. യു ആർ സ്റ്റിൽ യങ് ചിത്ര. താങ്ക് യു. നിങ്ങളുടെ ആ തെറ്റിദ്ധാരണ നിങ്ങളെ രക്ഷിക്കട്ടെ. കാസനോവ. കാസനോവ വാസ് ഓസം. ബിക്കോസ് കാസനോവയിൽ എനിക്ക് ഭയങ്കര ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറുടെ കൂടെ എനിക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. ആദ്യം ചെയ്തതായിരുന്നു രാത്രി മഴ, ലെനിൻ സാറിൻ്റെ കൂടെ. ലെനിൻ സാർ പാട്ടുകാരിയെ പോലെ തന്നെ ഒരുപക്ഷെ ഒരുപടി മേലെ നിൽക്കുന്നതാവും ചിത്രയുടെ അഭിനയം എന്ന് കരുതുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ട് വീണ്ടും ആ രംഗത്ത് കുറെ കൂടെ സജീവമാകാൻ ശ്രമിച്ചുകൂടാ എന്നതാണ്. അത് സാർ ഇനി സിനിമ ചെയ്യുമ്പോൾ എന്നെ വിളിക്കണം. വിളിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ അഭിനയിക്കാം? ഒന്ന്. രണ്ട്, വേറൊരു കാര്യം പറഞ്ഞു. ലെനിൻ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്രീകരിക്കണം, ശ്രദ്ധിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ പരപരാഗണം പോലെ നടക്കാൻ പാടില്ല. നിങ്ങളാരാ സ്കൂൾ മാഷോ? That is what he really meant. The way you're saying it, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. What do you mean by that? ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞതിന് മലയാള ഭാഷയെ ചിത്രയ്ക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു വടിയും വേണം, അടിയും വേണം. അല്ല, ഇത് രണ്ടും എനിക്ക് തരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഭാഷ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഈ സ്വഭാവത്തിന് ഒലക്കൊണ്ട് അടിച്ചിട്ട് പറയേണ്ട കാര്യമായിരുന്നു. അതെ, ഞാൻ പറയട്ടെ, ലെനിൻ സർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ലെനിൻ സർ വിളിക്കണമല്ലോ. വിളിച്ചാൽ മാത്രം പോരാ, കാശ് തരണം. You charge for acting? Obviously. How much you charge? Nothing like that. I'm not so fussy. I'm so stupid. If I was so good with finances, I would be very rich. ഷൈയായിരുന്ന ചിത്ര പിന്നീട് സ്റ്റേജിൽ കിടന്നിട്ട് പൂത്തുലഞ്ഞു തുടങ്ങി. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. എങ്ങനെ മാറി? സത്യമായിട്ട് അറിയില്ല, എനിക്കറിയില്ല. എനിക്ക് സ്റ്റേജ് കയറി കഴിഞ്ഞപ്പം അത് എന്താ പറയുക, ഭയങ്കര ഒരു നമ്മൾ മലബാർ സൈഡിൽ പറയില്ലേ, തെയ്യത്തിന് അരിയിട്ട അവസ്ഥയാണ്. സ്റ്റേജ് കയറി കഴിഞ്ഞാൽ എനിക്ക് അത് വരും. മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ സ്റ്റേജ് കയറി കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൂച്ച പോലെ ഒരു മൂലയിലിരിക്കും. നോക്കിക്കളയാൻ പാടില്ലേ? ഞാനത് ചിത്രയാണെന്ന് സംശയിച്ചു. കണ്ണു നോക്കിയപ്പോൾ മനസ്സിലായി ചിത്രയാണ്. ഇറ്റ്സ് എ വെരി ഓൾഡ് വീഡിയോ. ഇത് ചിത്രയായിരുന്നു. അതെ, ആ ഒരു രൂപത്തിലേക്ക് വരണമെന്നൊക്കെ ഇടയ്ക്ക് ആഗ്രഹിക്കുന്നു.
തടി കുറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മടിയാണ്. പഴയ പാട്ടുകളൊക്കെ പാടാൻ ചിത്രയ്ക്കൊരു ആഗ്രഹമുണ്ട് ഇല്ലേ? എനിക്കൊരു ചിത്രയെ കൊണ്ട് പഴയ പാട്ടുകളൊക്കെ പാടിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ ഒരു സംഗീത നിരൂപകൻ, ഗാന രചയിതാക്കളെ ശരിക്ക് അനാട്ടമി ചെയ്യുന്നൊരു വ്യക്തി ഈ ജസ്റ്റ് കെയിം ഫോർവേഡ്. നോക്കാം എന്താ അദ്ദേഹം പറയുന്നത്. അനേക വർഷങ്ങളായി ചിത്ര അയ്യർ ആലാപന രംഗത്തുണ്ട്. പക്ഷേ വളരെ പണ്ട് പി സുശീല, എസ് ജാനകി, പി ലീല, ബി വസന്ത, മാധുരി തുടങ്ങിയ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾക്ക് മേൽവിലാസം ഉണ്ടാക്കിക്കൊടുത്ത ഗായകർ പാടിയ പാട്ടുകൾ വേദിയിലെങ്കിലും പാടാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. ഈ പുതിയ പാട്ടുകൾ പാടുമ്പോൾ, പഴയ പാട്ടുകൾ വേദിയിൽ പാടുമ്പോഴും പഴയ കാലത്ത് പിറക്കാത്തതിൽ, അല്ലെങ്കിൽ ജാനകിയുടെയും പി സുശീലയുടെയും മാധുരിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ പിറക്കാൻ സാധിക്കാത്തതിലുള്ള വൈഷമ്യം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പാടിക്കൊണ്ട് വേണം അതിന് മറുപടി കൊടുത്തോളൂ. എന്റെ ഏതോ ജന്മത്തിൽ എങ്ങോ ഞാൻ കേട്ടൊരു ഗാനാലാപം, കുഹു 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 പ്രേമഗീതം. ഇന്നുമെൻ യൗവനം തേടുന്നൊരാവേശം, അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ജന പൂങ്കുയിലേ. ഒരുപാട് റിഗ്രറ്റ്സ് ഉണ്ട്. അങ്ങനൊരു ഇവർ ചോദിച്ച പോലത്തെ ആ വിഷമം ഒരുപാടുണ്ട്. ബിക്കോസ് ഒത്തിരി പാട്ടുകളുണ്ട് വിച്ച് എനിക്ക് പാടണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് ഹു ഐ വോണ്ടഡ് ടു വർക്ക് വിത്ത്. ആ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൂടെയൊക്കെ വർക്ക് ചെയ്യാമായിരുന്നല്ലോ. കുറച്ചും കൂടി നേരത്തെ എന്നെ ഒന്ന് ഡിസ്കവർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ല നല്ല പാട്ടുകൾ പാടാമായിരുന്നല്ലോ. എത്ര പേരുണ്ട്, അങ്ങനെ ഒരു കൊതിയൊക്കെ ഉണ്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒത്തിരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് സലീൽ ചൗധരി. ആ കാലഘട്ടത്തിൽ ചിത്ര ജനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് നല്ല പാട്ടുകൾ ചിത്രയിലൂടെ വേണമെങ്കിൽ മലയാളികൾ കേൾക്കുമായിരുന്നു. പറയാൻ പറ്റില്ല, ഉണ്ടാവായിരിക്കും. പക്ഷെ ഒരു പാട്ട് വീണ്ടും പാടണമെന്ന് ഇപ്പം ജാനകിയമ്മയും സുശീലാമ്മയും അതുപോലെ തന്നെ മാധുരി ചേച്ചിയൊക്കെ പാടിയ, വാണിജ്യറാമൊക്കെ പാടിയ ഒരു പാട്ട് ചിത്ര ഒന്നും കൂടി പാടിക്കൂ, ഈ സിനിമയിൽ പാടാം എന്ന് പറഞ്ഞാൽ ചിത്ര ഏതായിരിക്കും സെലക്ട്? അയ്യോ, ഒരുപാട് പാട്ടുണ്ട് അതുപോലെ. സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണീ ഭൂമി, അതിൽ സൗവർണ പരാഗമാണോ മലിനീ, അതിൻ സൗരഭമാണെന്റെ സ്വപ്നം സ്വപ്നം സ്വപ്നം. എന്ത് ചെയ്യല്ലേ, അച്ഛൻ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചെയ്തില്ല. കറക്റ്റ്. മേ ബി ഓക്കെ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ ചിത്രയുടെ ഈ പറഞ്ഞ നൊസ്റ്റാൾജിയയിൽ അഭിനമിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറല്ല. ചിത്ര കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ട് പുതിയ നമ്പറുകളും ഫാസ്റ്റ് നമ്പറുകളും ചിത്രയുടെ തന്നെ പാട്ടുകളും പാടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുമുണ്ട്. യെസ്, ചിത്രയ്ക്കൊരു സ്വഭാവമുണ്ട്. ചിത്രയെ സ്വന്തം കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിത്ര ഭയങ്കര ടാലൻറ്റഡ് ആണ്. റഹ്മാൻ സാറിന് വേണ്ടി എത്രയോ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചിത്ര സ്റ്റേജിൽ പാടാറില്ല. സ്റ്റേജിൽ വരുമ്പോൾ ചിലപ്പം വേറെയുള്ളവരും പാടിയ പാട്ടൊക്കെ പാടും. അതിൻ്റെ ആവശ്യമില്ല. ചിത്ര ആസ് എ മ്യൂസിഷ്യൻ ചിത്രയുടെ കഴിവ് കുറേ കൂടി പ്രൊജക്റ്റ് ചെയ്യണം. ഷീ ഹാസ് സോ മച്ച് ടാലൻറ്റ്. അത് പറഞ്ഞാൽ ഷീ സോ ടാലൻറ്റഡ്, നാച്ചുറലി ടാലൻറ്റഡ്. പക്ഷേ പലപ്പോഴും ഒരു സെൽഫ് ഡൗട്ട് ഉള്ള മാതിരി എനിക്ക് തോന്നും. പിന്നെ കുറച്ച് സ്കാറ്റർ ബ്രെയിൻഡാണ്. അതായത് ഒരു ദിവസം സീരിയൽ അഭിനയിക്കണം എന്ന് പറയും, വേറൊരു ദിവസം തിയേറ്റർ എന്ന് പറയും, വേറൊരു ദിവസം ഡാൻസ് എന്ന് പറയും. നമ്മുടെ ചിത്രയുടെ സ്വധർമ്മം എന്ന് പറയുന്നത് സിംഗിങ് ആണ്. ആ സ്വധർമ്മത്തിൽ ഫോക്കസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗായത്രി പോലും ചിത്രയെ ഉപദേശിച്ചു തുടങ്ങി. അല്ല, അത് എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ടല്ലേ? ചിത്ര ഉപദേശിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ?
അറിയില്ല. എനിക്കൊന്ന് ചിത്ര ഏറ്റവും കൂടുതൽ ഉപദേശിക്കുന്നവരിൽ ആ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ചിത്രയുടെ മക്കളായിരിക്കും. മക്കൾ മാത്രമല്ല, ചിത്ര വളർത്തുന്ന പട്ടിക്കുട്ടികൾ പോലും ചിത്രയെ ഉപദേശിക്കുന്ന ആരോ പറഞ്ഞു. ഒരുപക്ഷെ ചിത്രയുടെ ഒരു മകള് ഇതാ 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി. Hi, Ma. I'm a very artistic person, and ever since I was a little girl, you always encouraged me and helped cultivate my talent. But I always wondered, did you ever regret entering the music and cinema industry? Did you ever regret? Never. I didn't regret, but I wish എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടി കിട്ടിയാൽ നന്നായിരുന്നു അത് ഡിസോർഗനൈസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും? പക്ഷേ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഫഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കുറേ കൂടി ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ. ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്.